സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് 5000 കോടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നതായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിന്റെ തുടർച്ചയായി വിദ്യാകിരണം പദ്ധതി നടപ്പാക്കി. ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനമായ ഒരിനമായി കണ്ടത് ഭൗതിക സൗകര്യ വികസനമാണ്. ഇങ്ങനെ 973 വിദ്യാലയങ്ങൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫ്ബി ധനസഹായത്തോടെ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയത്. 2595 കോടി രൂപ ഇതിനായി നീക്കിവെച്ചു. സ്കൂൾ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി 8 മുതൽ 12 വരെ ക്ലാസുകൾ ഉള്ള 4752 സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. ഇതിന്റെ ഭാഗമായി ബ്രോഡ്ബാൻഡ് ശൃംഖലയും ഇന്ററാക്റ്റീവ് വീഡിയോ കോൺഫറൻസ് സംവിധാനവും ഈ സ്കൂളുകളിൽ ഒരുക്കി. പ്രൈമറി വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായി 11,257 ഹൈടെക് ലാബുകളും സജ്ജമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി എന്നിവർ മുഖ്യ അതിഥികളായി. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ CC കൃഷ്ണകുമാർ, ചേർത്തല DEO AK പ്രതീഷ്, PTA പ്രസിഡന്റ് VV മോഹൻദാസ്, SMC ചെയർമാൻ P വിനീതൻ, സ്കൂൾ പ്രിൻസിപ്പൽ N മഞ്ജു, സ്കൂൾ ഹെഡ് മിസ്ട്രസ് J ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനുള്ള മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 2 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം 1129.18 ചതുരശ്ര മീറ്ററാണ്. 4 ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളും 8 ഹൈസ്കൂൾ ക്ലാസ് മുറികളുമാണ് ഉള്ളത്. ഇതുകൂടാതെ ഓരോ ക്ലാസ് മുറിയോടും ചേർന്ന് ആക്ടിവിറ്റി ഏരിയ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നതായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതിന്റെ തുടർച്ചയായി വിദ്യാകിരണം പദ്ധതി നടപ്പിലാക്കി. ഗുണമേന്മ മാനദണ്ഡങ്ങളിൽ പ്രധാനമായ ഒരിനമായി കണ്ടത് ഭൗതിക സൗകര്യ വികസനമാണ്. ഇനി നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൗതിക സൗകര്യ വികസനം കഴിഞ്ഞാൽ അടുത്ത അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ അറിവും കുട്ടികളുടെ അക്കാഡമിക് നിലവാരവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അധ്യാപകർ ഏറ്റെടുക്കേണ്ടതാണ്. വിദൂര ഭാവിയിൽ ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഇപ്പം നിലവിലുള്ള യോഗ്യത തന്നെ നാം എല്ലാം കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് മാറ്റി എഴുതേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ 973 വിദ്യാലയങ്ങൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കിഫ്ബി ധനസഹായത്തോടുകൂടി കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയത്. 2595 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. കൂടാതെ പ്ലാൻ ഫണ്ട്, നബാർഡ് ഫണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട്, മറ്റ് ഫണ്ടുകൾ തുടങ്ങിയ വിനിയോഗിച്ച് ഏതാണ്ട് 5000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്.